ഹലോ ഗൈസ്, തോരൻ ഫ്രൈ ആയ കഥയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഉള്ള കഷ്ണങ്ങളൊക്കെ കൂട്ടി ഒരു തോരൻ ഉണ്ടാക്കാന്ന് വെച്ചപ്പോൾ എൻ്റെ ചിമിട്ട് ഇതൊക്കെ കണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് കണ്ടതോടെ അവൾ പറയാം, അമ്മ എനിക്ക് പൊട്ടറ്റോ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ടത് ഉണ്ടാക്കി കൊടുത്തില്ലേ പിന്നെ കരച്ചിലായി ബഹളായി. അയ്യോ ഓർക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വെച്ചു എന്നാൽ പിന്നെ തോരൻ വേണ്ട ഫ്രൈ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തു. പിന്നെ നമ്മൾ അരിപ്പൊടി, ഗോതമ്പ് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നോർമലായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ തമ്പുരുവിൻ്റെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുത്തി എക്സൈറ്റ്മെൻറ്റോടെ എൻ്റെ അടുത്ത് തന്നെ കാത്തിരിപ്പുണ്ട്. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും സോസും കൂടി കഴിച്ചാലോ? തീറ്റ പകുതി ആയപ്പോഴാണ് ഒരാൾ ഇൻട്രോ പറയുന്നത്. ഇൻട്രോ പറയാൻ ചോദിച്ചപ്പോൾ പറയാം, ഇത് തിന്നിട്ടല്ലേന്ന്. ഒരു ഉരുളക്കിഴങ്ങ് വറുത്ത് കഴിഞ്ഞപ്പോൾ എന്നാൽ ബാക്കിയുള്ളതും കൂടി വറുത്തേക്കാന്ന് വെച്ചു. ഇത് ബീട്രൂട്ട് കേട്ടോ. ബീട്രൂട്ടിൻ്റെ കളർ കാരണമാണ് മൊത്തത്തിലുള്ള പൊട്ടറ്റോ ഈ ഒരു കളറായത്. ഇത് അമ്മമ്മ വറുത്ത് കൊടുത്ത കേട്ടോ, റൗണ്ട് ഷേപ്പ്.